എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ 4 ബ്ലോക്കിൻ്റെയും ഫൈറ്റ് കഴിഞ്ഞ് അവസാനത്തെ മത്സരത്തിന് വേണ്ടി ജനങ്ങളെല്ലാം കാത്തിരിക്കുകയാണ്. ജയിച്ച 4 പേരും ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റൻസുമായിട്ട് ഫൈറ്റ് ചെയ്യണം. പക്ഷേ എന്താ, ആ ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റൻസ് അവരിപ്പോൾ സ്മൈൽ ഫാക്ടറി അത് പ്രൊട്ടക്ട് ചെയ്യാൻ ഇവിടുന്ന് കടന്നു പോയിരിക്കുകയാണ്. ജനങ്ങളോട് ആ കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ വെറുതെ ഇരിക്കില്ല, അവർ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. കാരണം അവരുടെ ഫൈറ്റ് കാണാനാണ് ഇത്രയും സമയവും ആകാംക്ഷയോട് കൂടെ ജനങ്ങളെല്ലാവരും കാത്തിരുന്നത്. ഉടനെ ആങ്കർ പറയും, നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല, ഡോഫ്ലമിംഗോയുടെ നമ്പർ 1 അസിസ്റ്റന്റ് ഡീമോണ്ടെ അദ്ദേഹമാണ് ിലേക്ക് വന്നവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അത് കേട്ട് ജനങ്ങളാണെങ്കിൽ കൈയൊക്കെ അടിച്ച് അവന്റെ പേരൊക്കെ വിളിച്ച് ആർപ്പ് വിളിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ റെബേക്ക, അവളാണെങ്കിൽ താഴേക്ക് നടന്നു വരികയാണ്. അപ്പോൾ അവളുടെ തൊട്ട് മുൻപിൽ സ്മൈലിംഗ് ലേഡി അവളെ സ്ക്രച്ചസിൽ കിടത്തി ട്രീറ്റ്മെന്റിന് വേണ്ടി കൊണ്ടുപോവാണ്. അത് കണ്ട റെബേക്ക അവളോട് താങ്ക്സ് പറയാണ്. താങ്ക് യു വെരി മച്ച്. നീ ഒരൊറ്റൊരാള് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇവിടം വരെ എത്താൻ കഴിഞ്ഞത്. ഞാൻ അവർ തമ്മിൽ ക്യാഷ്വലായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും നമ്മുടെ പുതിയ ലൂസിയും പച്ചത്തലേനും അവർ രണ്ടുപേരും അവിടേക്ക് വരിക. ലൂസി ആണെങ്കിൽ അവളെ അഭിനന്ദിക്കും. പക്ഷേ റെബേക്കയ്ക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് യഥാർത്ഥ ലൂഫി അല്ല എന്ന്. ലൂഫി ആണെങ്കിൽ അവളെ അഭിനന്ദിച്ച് അവിടുന്ന് കടന്നു പോവാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ലൂഫിയാൻ ടീമിനെ കാണിക്കും. വയലറ്റ് ആണെങ്കിൽ അവരോട് തീർത്തു പറയും, അയ്യോ ഇല്ല, ലിഫ്റ്റ് വഴി പോയാൽ അത് വലിയ കുഴപ്പമാണ്. ലിഫ്റ്റ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ മാൻഷന്റെ മുൻപിലായിരിക്കും കൊണ്ടുവന്ന് എത്തിക്കുക. അവിടെ ഒരുപാട് സോൾജിയേഴ്സ് ഉണ്ട്, അവരെ കടന്ന് പാലസിന്റെ അകത്തേക്ക് പോവുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ മുൻപിൽ അധികം സമയമില്ല. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. നീ എന്തിനാ ഞങ്ങളെ ഇത്രയും ഹെൽപ്പ് ചെയ്യുന്നേ? അതിനാ കുഞ്ഞിപ്പെണ്ണ് പറയും, വയലറ്റ് അവള് ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റന്റ് ആണ്. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആവും. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ വീണ്ടും പറയും, നിങ്ങൾ ആരും അത് കേട്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ആക്ച്വലി വയലറ്റിന് ഡോഫ്ലമിംഗോയെ തീരെ ഇഷ്ടമല്ല. അവൾ റിങ്കു ഫാമിലിയിലെ ഒരു മെമ്പറാണ്. വേറെ വഴിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലവും അവൾ ഒബേ ചെയ്ത് വന്നത്. സോ ഇപ്പോ അവൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി ആ ഡോഫ്ലമിംഗോയെ തോൽപ്പിക്കാൻ. നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് അവന് നേരെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവനെ തോൽപ്പിക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് അവൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ആക്ച്വലി ആ റിങ്കു കിങ്ങിന്റെ 2 മക്കളിൽ ഒരാളാണ് ഈ വയലറ്റ്. വയലറ്റിന്റെ ചേച്ചി അഥവാ റിക്കു കിങ്ങിന്റെ ആദ്യത്തെ മകളാണ് നമ്മളുടെ റെബേക്കയുടെ അമ്മ. റെബേക്കയുടെ പപ്പ അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ടോയ് സോൾജിയർ ആണ്. വയലറ്റിന്റെ സ്പെഷ്യൽ എബിലിറ്റി അതുപയോഗിച്ച് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവൾ ഓൾറെഡി മനസ്സിലാക്കിയിരുന്നു. മാത്രമല്ല ലിറ്റിൽ പീപ്പിൾസ് അവരിപ്പോഴും കിങ്ങിന്റെ മേലെ വെച്ചിരിക്കുന്ന ആ ഒരു സ്നേഹവും വിശ്വാസവും അതൊക്കെ കണ്ട് വയലറ്റ് ആ കുഞ്ഞിപ്പെണ്ണിനോട് നന്ദി പറയാണ്. അത് കേട്ട് അവളും ഇപ്പോ നിയന്ത്രണം വിട്ട് കരയും. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഫ്രാങ്കിയെ കാണിക്കും. അവനാണെങ്കിൽ ആ വില്ലന്മാരുമായിട്ട് പൊരിഞ്ഞ അട്ടിയടി ബഹളം. ഒരു ഘട്ടത്തിലെത്തുമ്പോ ഫ്രാങ്കി ചുറ്റും ഉണ്ടായിരുന്നവരെ എല്ലാവരെയും ദൂരേക്ക് അട്ടിച്ച് തെറിപ്പിക്കും. അതിനുശേഷം വീണ്ടും ആ എൻട്രൻസിലേക്ക് അവന്റെ കൈ നീട്ടി അച്ചറം പൊച്ചറം ഷൂട്ട് ചെയ്യാണ്. ഒരുപാട് വില്ലന്മാര് അവനെ കണ്ട് പേടിച്ച് ദൂരേക്ക് ഓടും. ആ മെയിൻ വില്ലന് നേരെ ഇപ്പൊ വലിയൊരു ബുള്ളറ്റ് ചേറിപ്പാഞ്ഞ് വരികയാണ്. അവനാണെങ്കിൽ യാതൊരു കൂസലും ഇല്ലാതെ ഷൂ ബ്രഷൊക്കെ ഇട്ട് പല്ലൊക്കെ തേച്ചൊരച്ച് നിൽക്കുകയാണ്. അടുത്ത നിമിഷം ആ ഒരു ബുള്ളറ്റ് വന്ന് ഇടിച്ച് അവനങ്ങനെ തെറിച്ചു പോയി അട്ടിച്ചു വീഴും. മെയിൻ ആള് വീഴുന്നത് കണ്ട് അവന്റെ അസിസ്റ്റൻസ് അവരോടി വരും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. അവന് യാതൊരു കുഴപ്പമില്ല. ആക്ച്വലി അവൻ ആ ഒരു ബുള്ളറ്റ് അവന്റെ ബോഡി വെച്ച് റെസിസ്റ്റ് ചെയ്യുകയായിരുന്നു. കാരണം അവന്റെ തൊട്ടു പിന്നിൽ അവന്റെ ഫ്രണ്ട് ഒരുപാട് പരുക്കുകളൊക്കെ പറ്റി വീട് കിടക്കുകയാണ്. അവന്റെ മേലെ ആ അറ്റാക്ക് വീഴാൻ പാടില്ല എന്ന് അവന് നിർബന്ധം ഉണ്ടായിരുന്നു. അടുത്ത നിമിഷം ആ ഉണ്ടപ്പൻ ചാടി എഴുന്നേറ്റ് ഇപ്പോ നമ്മുടെ ഫ്രാങ്കിക്ക് നേരെ എടുത്ത് ചാടുകയാണ്. ഫ്രാങ്കി സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തിരിപ്പിച്ച് നൈസായിട്ട് രക്ഷപ്പെടും. അതായിരിക്കും മറ്റൊരു വമ്പൻ ട്വിസ്റ്റ്. നേവി സോൾജേഴ്സ് എല്ലാവരും ഇപ്പോ ഫ്രാങ്കിയെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. ണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, ഇത്രയും ബാഡ് ആയിട്ടുള്ള ആൾക്കാരെ ഈ നേവിക്കാര് ഇവരെന്തിനായിരിക്കും പ്രൊട്ടക്ട് ചെയ്യണേ? എന്തുകൊണ്ടായിരിക്കാം നേവിക്കാർ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നതെന്നൊക്കെ ചിന്തിച്ച് അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അടുത്ത നിമിഷം നേവിക്കാരെല്ലാവരും ഫ്രാങ്കി അച്ചറം പൊച്ചറം അങ്ങനെ ഷൂട്ട് ചെയ്യുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഡോഫ്ലമിംഗോ ആണെങ്കിൽ ആ ബ്ലൈൻഡ് മാൻ സീനിയർ നേവി ഓഫീസറിനോട് നന്ദി പറയാണ്. അതിനാള് പറയും, നീ എന്നോട് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിന്നെ ആക്ച്വലി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് അത് മറ്റൊന്നിനു വേണ്ടിയല്ല. ഒരു കാരണവശാലും സാധാരണക്കാർക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന് ഉറപ്പുവരുത്താനും ഇവിടേക്ക് വന്നിട്ടുള്ള ബാഡ് ആയിട്ടുള്ള ആളുകളെയും പൈററ്റ്സുകളെയും ഒക്കെ എനിക്ക് പിടിക്കാനും വേണ്ടിയാണ്. ലൂഫി ഏറ്റുമുട്ടിയാൽ അതിനിടയിൽപ്പെട്ട് ഒരുപാട് സിവിലിയൻസും പാവപ്പെട്ട ആളുകളും മരണപ്പെടും. അതൊരിക്കലും ഉണ്ടാവാനായിട്ട് ഞാൻ അനുവദിക്കില്ല. സോ ആദ്യം ആ വില്ലന്മാരെ എല്ലാവരെയും എനിക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. ശേഷം ഡോഫ്ലമിംഗോ നീയും ഞാനുമായിട്ട് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്ന് ഇപ്പൊ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ അവനോട് പറയാണ്.
ഡോഫ്ലമിംഗോയ്ക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരല്പം ടെൻഷനൊക്കെ തോന്നും. കാരണം ഈ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ നേവിയിലേക്ക് വന്ന് പാരലോട്ട് സ്ഥാനം അത് ഏറ്റെടുത്തിട്ട് അധികമൊന്നും ആയിട്ടില്ല. ഒരു കാരണവശാലും നേവിക്കെതിരായി ഞാൻ ഒന്നും ചെയ്യില്ല. നേവിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ അതെന്റെ ഏറ്റവും വലിയ ഒരു നേട്ടം തന്നെയാണ്. നിനക്കൊരു കാര്യം അറിയോ? വർഷങ്ങൾക്ക് മുൻപ് നിന്നെപ്പോലെ തന്നെ ഒരു പൈററ്റ് വലിയൊരു കിങ്ഡം ടേക്ക് ഓവർ ചെയ്തു. ഈ ഐലാൻഡിന് സംഭവിച്ച പോലെ തന്നെ വലിയൊരു നാശം ആ ഒരു കിങ്ഡത്തിന് സംഭവിച്ചു. ആ ബാഡ് ആയിട്ടുള്ള പൈററ്റ് അവൻ എന്തൊക്കെ ആ രാജ്യത്ത് ചെയ്തോ അതുപോലുള്ള പല കാര്യങ്ങളും നീ ഇവിടെ ചെയ്യുന്നുണ്ട്. നീ ഇതുപോലെ തന്നെ മുൻപോട്ടേക്ക് പോയാ ഇവിടെ എന്തൊക്കെ നടക്കുമെന്ന് നിനക്കറിയോ? ഐൻഡ്മാൻ നേവി ഓഫീസർ ആ ചോദ്യം ചോദിക്കേണ്ട താമസം ഡോഫ്ലമിംഗോ ചാടി വന്ന് ഒരൊറ്റ തൊഴി. പക്ഷെ നേവി ഓഫീസർ ആണെങ്കിൽ ഈസി ആയിട്ട് അവന്റെ കിക്ക് തടയാണ്. ഓ നോ, നമ്മൾ ഏറ്റുമുട്ടാൻ സമയമായിട്ടില്ല. അതിനിനിയും ഒരുപാട് സമയം ബാക്കിയുണ്ട്. ഞാൻ പറയുന്നത് നിന്റെ ഈ ഡെസ്റോസയെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നാണ്. അതിനെല്ലാം ശേഷം നമുക്ക് ഏറ്റുമുട്ടാം. ഈ വർഷം വേൾഡ് കോൺഫറൻസ് നടക്കാൻ പോവാണ്. അതിനെ ഫേസ് ചെയ്യാൻ തീർച്ചയായിട്ടും നീ തയ്യാറായിക്കോന്ന് പറഞ്ഞ് ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആണെങ്കിൽ അവനൊരു താക്കീത് കൊടുത്ത് അവിടുന്ന് കടന്നു പോവും. അതേസമയം റിങ്കു കിങ് ആളാണെങ്കിൽ രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ അതങ്ങനെ അക്ഷമയോടെ നോക്കിയിരിക്കുകയാണ്. നേവി ഓഫീസർ ഇപ്പൊ അവസാനമായിട്ട് പറയും വലിയൊരു ചേഞ്ച് അത് നടക്കാൻ പോവാണ്. അതിനെ ഫേസ് ചെയ്യാൻ നീ തയ്യാറാവണമെന്ന് പറഞ്ഞ് അവിടുന്ന് കടന്നു പോവും. കട്ട് ചെയ്ത ഇവിടെ ലൂഫി ആണെങ്കിൽ വമ്പൻ ഷോക്കിലാണ്. വയലറ്റ് അവൾ ശരിക്കും ഒരു പ്രിൻസസ് ആണെന്ന് അവന് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അവൾ പ്രത്യേകിച്ചൊന്നും പറയാതെ ഉണ്ടായിരുന്ന ഒരു ബട്ടൺ പ്രസ് ചെയ്യും. ഉടനെ അവർക്ക് മുൻപിൽ ഒരു ഡോർ ഓപ്പൺ ആവുകയാണ്. അവൾ പറയും ഇതൊരു സീക്രട്ട് പാസേജ് ആണ്. ഇതിനെക്കുറിച്ച് ആർക്കും ഇതുവരെ ഒന്നും അറിയില്ല. റിങ്കു ഫാമിലിക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അറിയൂ. ഡോഫ്ലമിംഗോ പോലും ഇതുവരെ ഇത് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അവരെയും കൂട്ടി ഒരു സ്റ്റെപ്പിനടുത്തേക്ക് വരും. സ്റ്റെപ്പ് ഇറങ്ങി കഴിയുമ്പോൾ ഒരു ബാസ്ക്കറ്റ് കാണുകയാണ്. അവൾ പറയും ആ ഓപ്പോസിറ്റ് ചെയിനിൽ കനമുള്ള എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ ഈ കൊട്ടയിലൂടെ നമുക്ക് ലിഫ്റ്റിന്റെ സഹായം ഇല്ലാതെ സ്റ്റെപ്പ് കയറാതെ മുകളിലേക്ക് എത്താം. സോറോ ആണെങ്കിൽ ഇപ്പൊ തൊട്ടടുത്തുള്ള ആ വലിയ കല്ല് ലൂഫിക്ക് കാണിച്ചു കൊടുക്കും. നീ ആ കല്ലെടുത്ത് മുകളിലേക്ക് കയറണം. അതിനുശേഷം ആ ചെയിനിൽ പിടിച്ച് താഴേക്ക് വരണം. ആ സമയം ഞങ്ങൾ ഈ കൊട്ടയിൽ കയറി മുകളിലേക്ക് പോകും. പിന്നീട് നിനക്കും ഞങ്ങളോടൊപ്പം മുകളിലേക്ക് വരാം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ പാലസ് കാണിക്കും. അവിടെയാണെങ്കിൽ ജനങ്ങളുടെ ആരവം അതങ്ങനെ ഉയരുകയാണ്. എല്ലാവരും ഇത്രയും നേരവും കാത്തിരുന്ന മെയിൻ മത്സരം അത് നടക്കാൻ പോവാണ്. ആ സ്റ്റേജ് ആണെങ്കിൽ വേറൊരു ഷേപ്പിലേക്ക് അവർ അറേഞ്ച് ചെയ്യും. കാരണം എയ്സിന്റെ ഫ്രൂട്ടിന് വേണ്ടിയുള്ള മത്സരമാണ് ഇനി നടക്കാൻ പോകുന്നത്. ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റന്റ് ആ ഡീമൻ ടാങ്കും 4 ബ്ലോക്കിലായിട്ട് ജയിച്ച ആ 4 പേരും അവരാണ് ഇനി ഏറ്റുമുട്ടാൻ പോകുന്നവര്. ആങ്കർ ആണെങ്കിൽ ഓരോരുത്തരുടെ പേര് വിളിക്കും. ഫസ്റ്റ് കണ്ടസ്റ്റന്റ് അത് മറ്റാരുമല്ല നമ്മുടെ സാബോ ലൂസി. അവനങ്ങനെ സ്റ്റൈലായിട്ട് കൈയൊക്കെ വീശി കാണിച്ച് പവറായിട്ട് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.